നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലും ഗംഗയ്ക്ക് അങ്ങനെ ഒരു ലോക്ക് ഇട്ടത് നന്നായി. മഹിക്ക് ആപത്ത് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് അവള് ശരിക്കും ഭയക്കും. മഹിക്ക് ഒന്നും പറ്റാതെ നോക്കേണ്ടത് അവളുടെ കടമയാണെന്ന് അവൾക്കറിയാം. പിന്നെ മഹിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അവൾ ഇവിടെ നിന്ന് പുറത്താകുമെന്നും അവൾക്കറിയാം. അക്കാര്യത്തിൽ എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ബുദ്ധി ആ ഗംഗയ്ക്കുണ്ട്. പല അവസരങ്ങളിലായി അവളത് തെളിയിച്ചതുവാ. ഇപ്പൊ സംഭവിച്ചതെല്ലാം ഗംഗയും മുത്തശ്ശിയും കൂടെ പ്ലാൻ ചെയ്ത് നമ്മളെ മണ്ടരാക്കിയതാണെങ്കിലോ? മഹിയേട്ടന്റെ സ്വത്തുകള് സ്വന്തമാക്കാൻ അവര് നടത്തിയ നാടകമാണെങ്കിലോ? അങ്ങനെയായിരിക്കാൻ സാധ്യതയില്ല. ജാനകിയമ്മ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവരൊരിക്കലും മണ്ഡപത്തിൽ വെച്ച് മഹിയോട് അങ്ങനെ പ്രതികരിക്കില്ലായിരുന്നു. അതവരുടെ വലിയ കള്ളത്തരമാണെങ്കിലോ? നമ്മുടെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാനാണ് ജാനകിയമ്മ അങ്ങനെ ഒരു നാടകം കളിച്ചതെങ്കിലോ? അവരെന്ത് നാടകം കളിച്ചതാണെങ്കിലും അല്ലെങ്കിലും അവരുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനുവേണ്ടിയല്ലല്ലോ ജോലിസിന്റെ അടുത്ത് കൊണ്ടുപോയതും ഇത്രയൊക്കെ പറഞ്ഞൊപ്പിച്ചതും. അതുകൊണ്ട് മാത്രം ആയില്ല ആന്റി. ഗംഗ ഇനിയും വിശ്വസിച്ചാ നമ്മൾ ഇനിയും മണ്ടരായി പോവും. പലപ്പോഴും അവളെ വില കുറച്ച് കണ്ടതുകൊണ്ടാ നമ്മളിപ്പോ ഈ അവസ്ഥയിലെത്തിയത്. ഇനി അത് സംഭവിക്കരുത്. നമ്മുടെ നോട്ടക്കുറവുകൊണ്ട് അവരൊരിക്കലും ഒന്നിക്കാൻ പാടില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഗംഗയുടെ നിഴല് പോലെ ഞാൻ കൂടെ ഉണ്ടാവും. 3 മാസം അവരൊന്നിച്ച് കഴിയരുതെന്നല്ലേ ജോത്സ്യം പറഞ്ഞേ? അതെ. അതിനു മുമ്പ് രണ്ടുപേരെയും തമ്മിൽ പിരിക്കണം. അതിനുവേണ്ടി 3 മാസത്തെ മുഹൂർത്തം ഒന്നും നോക്കണ്ട. നാളെ എങ്കിൽ നാളെ തന്നെ അവൾ ഇവിടുന്ന് കെട്ടുകെട്ടിക്കേണ്ട വഴി നോക്കണം. അതെ, ഗംഗ ഇവിടുന്ന് പടിയിറങ്ങിയാലേ എന്റെ മോൾക്കൊരു ജീവിതമുള്ളൂ. അവൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടത് എന്താന്ന് വെച്ചാ ഉടനെ ചെയ്യണം. അതിനുവേണ്ട എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം. പക്ഷേ മഹിക്ക് ഒരു സംശയം തോന്നാത്ത രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. അത് ശരിയാ. മഹിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാ നമ്മൾ ചെയ്തതെല്ലാം വെറുതെയാവും. അവന് അത്രയ്ക്ക് താല്പര്യമുള്ളത് കൊണ്ടല്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് താലികെട്ടിന്റെ സമയത്ത് അവൻ ഇങ്ങനെയൊരു കാര്യം ചെയ്തത്. എത്ര പ്രതീക്ഷയോടെയാ ഞാൻ ഇത്തവണ മണ്ഡപത്തിൽ കയറി ഇരുന്നതെന്നറിയോ? ഗൗരിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഇത്തവണ കല്യാണം നടക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചതാ. എന്നിട്ടും താലി കെട്ടുന്നതിന് തൊട്ടു മുമ്പ് മഹിയേട്ടൻ ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല സംഭവിച്ചത്. അതുകൊണ്ട് ഇനി അതോർത്ത് ദുഃഖിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മളെക്കൊണ്ട് ഇനി എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് നോക്കാം. നോക്കിയ പോരെ നാത്തോനെ. അവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടിക്കണം. എന്നിട്ട് മഹിയുടെ ഭാര്യയായി എന്റെ മകൾ ഈ വീട്ടിലുണ്ടാവണം. അതിന് വേണ്ടതെല്ലാം നമ്മൾ ഇന്നു മുതൽ ചെയ്യും. എത്രയും പെട്ടെന്ന് ഗംഗയെ നമ്മൾ ഇവിടുന്ന് കെട്ടുകിട്ടിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.